പശ്ചിമേഷ്യ ഒന്നടങ്കം കടുത്ത യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഗൾഫ് മേഖലയിൽ ഇറാന്റെ വൻ സൈനിക പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നു. US ഇറാൻ ധാരണാപത്രം നിലവിൽ വന്നതിന് ശേഷം കൈവന്ന താൽക്കാലിക ശാന്തത തകർത്തുകൊണ്ടാണ് ഈ പുതിയ സൈനിക നീക്കം അരങ്ങേറിയിരിക്കുന്നത്. കഴിഞ്ഞ 69 ദിവസമായി മേഖലയിൽ വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. എന്നാൽ ആ സമാധാന അന്തരീക്ഷം പാടെ തകർത്തുകൊണ്ട് UAE, ഒമാൻ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ 5 അറബ് രാജ്യങ്ങൾക്കുമൊപ്പം ജോർദാനും നേരെ ഒരേ സമയം ഇറാന്റെ ഭാഗത്തു നിന്നും മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടു. ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികൾ ഉദ്യോഗാർത്ഥികളായും അല്ലാതെയും ജീവിക്കുന്ന ഗൾഫ് നാടുകളിൽ ഈ അപ്രതീക്ഷിത വ്യോമാക്രമണം വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ നീക്കങ്ങൾക്ക് തടയിടാൻ അമേരിക്ക നടത്തിയ കടുത്ത വ്യോമാക്രമണമാണ് ഇപ്പോഴത്തെ പെട്ടെന്നുള്ള സാഹചര്യത്തിന് കാരണം. ഈ ആഴ്ച മാത്രം ഇറാനിലെ 300-ലധികം സൈനിക ആശയവിനിമയ കേന്ദ്രങ്ങളിലാണ് US സൈന്യം ബോംബിട്ടത്. ഇതിൽ അവസാനമായി നടന്ന 3ാം റൗണ്ട് ആക്രമണത്തിൽ മാത്രം 140ഓളം ഇറാൻ താവളങ്ങൾ തകർക്കപ്പെട്ടതായി US സൈന്യം സ്ഥിരീകരിച്ചിരുന്നു. ഈ കനത്ത നാശനഷ്ടങ്ങൾക്ക് കടുത്ത ഭാഷയിൽ തിരിച്ചടി നൽകുമെന്ന ഇറാന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ള പരമ്പര ആക്രമണങ്ങളായി മാറിയിരിക്കുന്നത്. സൗദി അറേബ്യയെ തൽക്കാലം ഒഴിവാക്കിക്കൊണ്ട് മറ്റു പ്രമുഖ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളെയെല്ലാം ഇറാന്റെ പ്രത്യാക്രമണ പരിധിയിൽ വന്നു എന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നത് ഖത്തറിനും ഒമാനുമാണ്. ഖത്തറിലെ പ്രധാന US വ്യോമത്താവളമായ അൽ ഉദൈദിന് നേരെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടാവുകയും യുദ്ധവിമാനങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്ന കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. തലസ്ഥാനമായ ദോഹയുടെ ആകാശത്ത് വെച്ച് ശത്രു മിസൈലുകൾ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുവെങ്കിലും അവയുടെ അവശിഷ്ടങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ പതിച്ച് ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതേ തുടർന്ന് ഖത്തർ തങ്ങളുടെ എല്ലാവിധ നാവിക പരിപാടികളും താൽക്കാലികമായി നിർത്തിവെക്കുകയും യാത്രാ ബോട്ടുകൾക്കും മീൻപിടുത്ത ബോട്ടുകൾക്കും കർശന വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ഒമാൻ വിദേശകാര്യമന്ത്രിയും ഇറാനും തമ്മിൽ നയതന്ത്ര ചർച്ചകൾ നടന്നതിന് തൊട്ടടുത്ത ദിവസമാണ് ഒമാൻ ആക്രമിക്കപ്പെട്ടത് എന്നത് മേഖലയെ കൂടുതൽ ഞെട്ടിച്ചിട്ടുണ്ട്. ഒമാനിലെ ദുഃഖം തുറമുഖത്തുള്ള അമേരിക്കൻ നാവിക ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെയും വിതരണ ബോട്ടുകൾക്ക് നേരെയും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ആക്രമണം നടത്തി. കുവൈറ്റിന്റെ ആകാശത്തും ഇറാൻ ഡ്രോണുകൾ എത്തിയപ്പോൾ ബഹ്റൈനിൽ ഇന്നലെ 3 തവണയാണ് സുരക്ഷാ സൈറണുകൾ മുഴങ്ങിയത്. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ജോർദാനെയും ഈ വലിയ ആക്രമണം ബാധിച്ചിട്ടുണ്ട്. പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ ജോർദാനിൽ 3 മിസൈലുകൾ പതിച്ചെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സൈനിക എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലത്തെത്തി അവശിഷ്ടങ്ങൾ വേഗത്തിൽ നീക്കം ചെയ്തു. തങ്ങളുടെ വ്യോമാതിർത്തി പ്രാദേശിക യുദ്ധങ്ങൾക്കായി വിട്ടുകൊടുക്കില്ലെന്ന് ജോർദാൻ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും അവിടെയുള്ള പ്രിൻസ് ഹസൻ വ്യോമത്താവളത്തിലെ ഡ്രോൺ ഹാങ്കറുകളും കമാൻഡ് സെന്ററും തങ്ങൾ വിജയകരമായി തകർത്തുവെന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് അവകാശപ്പെടുന്നത്. യുദ്ധകാലത്ത് രാജ്യങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങളിലെ ഇത്തരം വൈരുദ്ധ്യങ്ങൾ ജനങ്ങളിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കാറുണ്ടെങ്കിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാന്റെ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും തങ്ങളുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ വിജയകരമായി തടഞ്ഞതായി UAE പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തിന് പുറത്തുവച്ച് തന്നെ ഭീഷണികൾ ഇല്ലാതാക്കാൻ സാധിച്ചതിനാൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് UAE ദേശീയ അടിയന്തര ഘട്ട ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. പുലർച്ചെ ജനങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് അയച്ച അടിയന്തര ജാഗ്രതാ നിർദ്ദേശങ്ങൾ പിന്നീട് രാജ്യം പൂർവ്വസ്ഥിതിയിലായതോടെ പിൻവലിക്കുകയും ചെയ്തു. എങ്കിലും ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾ പാലിക്കേണ്ട ചില കർശന സുരക്ഷാ നിർദ്ദേശങ്ങൾ അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആകാശത്ത് വെച്ച് മിസൈലുകൾ തകരുമ്പോഴുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ ഭൂമിയിൽ പതിക്കാൻ സാധ്യതയുള്ളതിനാൽ അവ കണ്ടാൽ യാതൊരു കാരണവശാലും സ്പർശിക്കരുത്. കുട്ടികളെയും മുതിർന്നവരെയും സുരക്ഷിതമായി വീടുകൾക്കുള്ളിൽ തന്നെ നിർത്തണം. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ആവശ്യമായ മരുന്നുകളും സഹായ ഉപകരണങ്ങളും എപ്പോഴും കയ്യെത്തും ദൂരത്ത് കരുതി വെക്കാൻ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനമായി വ്യോമാക്രമണങ്ങളുടെയോ അവശിഷ്ടങ്ങൾ തകരുന്നതിൻ്റെയോ ദൃശ്യങ്ങളും വീഡിയോകളും പകർത്തി സോഷ്യൽ മീഡിയ വഴി അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് അധികൃതർ കർശനമായി നിർദ്ദേശിക്കുന്നു. ഇത്തരം പ്രവൃത്തികൾ രാജ്യത്തിന്റെ സുരക്ഷയെയും ജനങ്ങളുടെ സമാധാനത്തെയും ബാധിക്കും എന്നതിനാണിത്. തുറസായ സ്ഥലങ്ങളിലുള്ളവർ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറണമെന്നും ലിഫ്റ്റുകൾക്ക് പകരം ഗോവണികൾ ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വാഹനം ഓടിക്കുന്നവർ റോഡിൽ വണ്ടി നിർത്തി ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കാതെ സുരക്ഷിത സ്ഥാനങ്ങളിൽ അഭയം തേടിയ ശേഷമേ യാത്ര തുടരാവൂ. ഏതൊരു അടിയന്തര സാഹചര്യത്തിലും സഹായത്തിനായി പോലീസിന്റെ സുരക്ഷാ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഗൾഫ് മേഖലയിലെ ഈ പുതിയ സൈനിക നീക്കങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്തെയും എണ്ണ വിപണിയെയും ഒരുപോലെ ബാധിക്കാൻ പോകുന്നവയാണ്. ഹോർമൂസ് കടലിടുക്കിലെ തെക്കൻ സമുദ്രപാത ഇപ്പോൾ തുറന്നു കിടക്കുന്നുണ്ടെന്ന് സംയുക്ത മാരിടൈം ഇൻഫർമേഷൻ സെന്റർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഈ സംഘർഷം നീണ്ടുനിന്നാൽ അത് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും ചരക്ക് നീക്കത്തെയും സാരമായി ബാധിക്കും.
യുദ്ധഭീതി നിലനിൽക്കുമ്പോഴും UAEയും കുവൈറ്റും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ നൽകുന്ന സുരക്ഷാ ഉറപ്പുകൾ പ്രവാസി സമൂഹത്തിന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കുകയും അധികൃതരുടെ സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യുക വഴി പ്രവാസികൾക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തെയും സുരക്ഷിതമായി മറികടക്കാൻ സാധിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.